ഇന്ന് നമുക്ക് ഒരു നെറ്റ്വർക്ക് സെക്ഷൻ കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? IMEI നമ്പർ ചെക്ക് ചെയ്യും അല്ലേ? അപ്പോൾ IMEI നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് ഒന്നിലെ സെറ്റിങ്സിൽ IMEI നമ്പർ ചെക്ക് ചെയ്യുക തന്നെ *#06# നമ്മൾ അടിക്കും. അതിനുശേഷം ഫോണിൽ എന്ത് വരും? IMEI നമ്പർ വരും. അതിനനുസരിച്ചാണ് നമ്മൾ റിപ്പയർ ചെയ്യുക. പക്ഷെ അതുകൊണ്ട് കംപ്ലീറ്റ് ആയോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? IMEI നമ്പറിൻ്റെ ജെന്യൂനിറ്റി കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ പറ്റും. നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു മൊബൈൽ ആപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാത്ത ആളുകളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സഞ്ചാർ സാത്തി എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, സഞ്ചാർ സാത്തി എന്നുള്ള ആപ്പാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മുടെ സിറ്റിസൺ സെൻട്രിക് സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് വരും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ പ്രധാനമായിട്ട് ആവശ്യം ഈ പർപ്പിൾ കളറിൽ ജെന്യൂനസ് യുവർ മൊബൈൽ ഹാൻഡ്സെറ്റ്, നോ യുവർ ജെന്യൂനസ് യുവർ മൊബൈൽ ഹാൻഡ്സെറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ 15 ഡിജിറ്റ് IMEI എന്നുള്ള ഓപ്ഷനിലാണ് നമ്മളെ കസ്റ്റമറുടെ എന്ത് ചെയ്യേണ്ടത്? IMEI നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യുകയും ചെയ്യാം. ബാർകോഡ് ടൈപ്പാണ് ഫോണിൻ്റെ. IMEI വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് സ്കാൻ ചെയ്യുകയും ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിലൊരു IMEI നമ്പർ ഉണ്ട്, ഞാനിതൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, IMEI ഇൻഫർമേഷൻ, അതിന് താഴെ വന്നുള്ള IMEI ബ്ലാക്ക് ലിസ്റ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബ്ലോക്ക് ലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓൾറെഡി അതൊരു സ്റ്റോളൻ ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഫോണ് ഒരു കസ്റ്റമർ അതിൻ്റെ IMEI വെച്ചിട്ട് എന്ത് ചെയ്താണ്? ബ്ലോക്ക് ചെയ്താണ്. സ്വാഭാവികമായിട്ടും അത് ഓൾറെഡി പോലീസ് കേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ സ്റ്റേഷനിൽ നിന്ന് കോൾ വരെ നമുക്കായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വ്യത്യാസം, അതായത് ഏതൊരു ഫോൺ കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് നമ്മുടെ സിം ഒരിക്കലും ഇൻസേർട്ട് ചെയ്യരുത്. IMEI നമ്പർ 1ഉം 2ഉം നമ്മൾ എന്ത് ചെയ്യുക? ബ്ലാക്ക് ലിസ്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ 2 ആണ് ബ്ലാക്ക് ലിസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ. നമ്മുടെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.